ഗുരുവായൂർ നിയോജക മണ്ഡലം NDA സ്ഥാനാർത്ഥി അഡ്വക്കേറ്റ് ബി ഗോപാലകൃഷ്ണന്റെ വിവാദ പരാമർശത്തിൽ ഗുരുവായൂർ ടെമ്പിൾ പോലീസ് കേസെടുത്തു. തെരഞ്ഞെടുപ്പ് പെരുമാറ്റച്ചട്ട ലംഘനത്തിന് പുറമെ മതസ്പർദ്ധ വളർത്താൻ ശ്രമിച്ചു എന്ന വകുപ്പ് കൂടി ഉൾപ്പെടുത്തിയാണ് കേസ് രജിസ്റ്റർ ചെയ്തിരിക്കുന്നത്. ഗോപാലകൃഷ്ണൻ സാമൂഹ്യ മാധ്യമങ്ങളിലൂടെ നടത്തിയ പരാമർശം മാതൃകാ പെരുമാറ്റച്ചട്ടം ലംഘിച്ചുവെന്ന മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസർ ഡോക്ടർ രത്തൻ യു കേൽക്കറുടെ നിർദ്ദേശപ്രകാരം ജില്ലാ കളക്ടർ നടപടിക്ക് ഉത്തരവിട്ടിരുന്നു. ഇതിനു പുറകെയാണ് വരണാധികാരി S. ഷീജ ടെമ്പിൾ പോലീസിൽ പരാതി നൽകിയത്. ജില്ലാ കളക്ടറുടെ നിർദ്ദേശപ്രകാരം വിവാദ വീഡിയോ സാമൂഹിക മാധ്യമങ്ങളിൽ നിന്നു നീക്കം ചെയ്യുകയും ഗുരുവായൂർ ടെമ്പിൾ പോലീസ് സ്റ്റേഷനിൽ FIR ഇട്ട് കേസെടുക്കുകയുമായിരുന്നു. ഗുരുവായൂരിൽ 48% ഹൈന്ദവ ജനസംഖ്യ ഉണ്ടായിട്ടും കഴിഞ്ഞ 50 വർഷമായി ഇടതു വലതു മുന്നണികൾ ഒരു ഹിന്ദു MLA പോലും നിയമസഭയിലേക്ക് അയച്ചിട്ടില്ലെന്ന ഗോപാലകൃഷ്ണന്റെ പരാമർശമാണ് വിവാദമായത്. കൊടുങ്ങല്ലൂരമ്മയുടെ നടയിൽ നിന്നും താൻ ഗുരുവായൂരിലേക്ക് എത്തിയത് ഭഗവാൻ ഗുരുവായൂരപ്പന്റെ വിളികേട്ടാണെന്നും ഈ വരവ് ഒരു നിയോഗമാണെന്നും ഗോപാലകൃഷ്ണൻ പറഞ്ഞിരുന്നു. കഴിഞ്ഞ 50 വർഷമായി ഗുരുവായൂരപ്പന്റെ മണ്ണ് അമ്പലക്കൊള്ളക്കാരുടെയും അമ്പലവിരോധികളുടെയും വർഗീയ മതരാഷ്ട്രവാദികളുടെയും തടവറയിലാണ്. ഇത്തരം ശക്തികളെ ആട്ടിയോടിച്ച് ഗുരുവായൂരിന്റെ പവിത്രമായ ഭൂമിയെ മോചിപ്പിക്കാനാണ് തന്നെ ഭഗവാൻ വിളിച്ചിരിക്കുന്നതെന്നും ഈ പോരാട്ടത്തിൽ മണ്ഡലത്തിലെ വോട്ടർമാർ തന്നോടൊപ്പം ഉണ്ടാകണമെന്നുമാണ് ഗോപാലകൃഷ്ണൻ അഭ്യർത്ഥിച്ചത്. വർഗീയ ധ്രുവീകരണം ലക്ഷ്യമിട്ട് പ്രസംഗിച്ചു എന്നാരോപിച്ച് LDF തെരഞ്ഞെടുപ്പ് കമ്മീഷന് പരാതി നൽകിയതിനു പുറമെ ഗോപാലകൃഷ്ണനെ സ്ഥാനാർത്ഥിത്വത്തിൽ നിന്നും അയോഗ്യനാക്കണമെന്നാവശ്യപ്പെട്ട് ഹൈക്കോടതിയിൽ റിട്ട് ഹർജിയും ഫയൽ ചെയ്തിട്ടുണ്ട്.